ഫൈനൽ ഔട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്ലാസ്സിന് പുറത്തുള്ള സൂപ്പറായിട്ടുള്ള വിഷ്വല്. നമ്മളിത് ചെയ്തതിന് ശേഷം മഴ പെയ്ത് വെള്ളം കയറിയിരിക്കണേന് നമ്മുടെ കിച്ചൺ ഏരിയ ഭാഗം മുകളിലെ കബോർഡ്സുകളൊക്കെ ഇൻസൈഡൊക്കെ തുടച്ചു അറേഞ്ച് ചെയ്തു. ഇതൊക്കെ റീഫിറ്റ് ചെയ്ത് വാഷ് ചെയ്തിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാഷ് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പണിക്കാരുടെ ഡ്രസ്സാണ്. ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ തുടച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് മാറ്റി വെച്ചാണ്. അതുപോലെ ഈ കബോർഡുകളൊക്കെ തുടച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ താഴെ ക്ലീൻ ചെയ്തുകൊണ്ട് മുകളിലോട്ട് പൊടി തട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഹാളിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ്. ഡൈനിങ് ടേബിൾ തൽക്കാലത്തേക്ക് ഒതുക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ബെഡ്റൂമാണ് നമ്മളിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡൊക്കെ വാക്വം ചെയ്തിട്ടിരിക്കുകയാണ് നമ്മളിപ്പം. വിൻഡോസൊക്കെ ചെയ്തു. പരമാവധി 2 സൈഡിലും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മുകളിലത്തെ കബോർഡുകളൊക്കെ തുറന്നു കുറച്ചു. അതുപോലെ തന്നെ താഴത്തെ കബോർഡുകൾ തുറന്നു കുറച്ചു. ഇത് ലോക്കഡാണ്. ബാക്കി ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അടുത്ത ബെഡ്റൂമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വാഷ്റൂമൊക്കെ ചെയ്തു. നീറ്റായിട്ട് പരമാവധി നീറ്റാക്കി ഫാനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ കണ്ടീഷൻ, ഗ്ലാസ് കണ്ടീഷൻ എല്ലാം ഡാമേജ് അല്ലാത്ത ഗ്ലാസ്സുകളൊക്കെ പ്യുവറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ഷവറിൻ്റെ ടോപ്പ് ഏരിയ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കബോർഡ് ഇവിടെയാണ്. ഇവിടുത്തെ ജനലിൽ നമുക്ക് ഇവിടെ AC ഉള്ളതുകൊണ്ട് ചെറിയൊരു ഏരിയ നമുക്ക് ചെയ്യാൻ കൈ എത്തുന്നില്ല. ആക്സസബിൾ ഇല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല. പിന്നെ ഗീസറും കാര്യം രണ്ടെണ്ണം ഇതിൻ്റെ മുകളിൽ തുടച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊടി പിടിച്ചിട്ടുണ്ട്. വേറെ നമ്മൾ ഷാമ്പൂ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ലാസ്റ്റ് ബെഡ്റൂം. ഇതിൻ്റെ വാഷ്റൂമിൻ്റെ അവസ്ഥയാണ്. നീറ്റായി ചെയ്യുക പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ടേബിൾ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് സൈഡ് ടേബിൾ, പിന്നെ ഇവിടെ ഒരു റൗണ്ട് ടേബിൾ. ഈ വിൻഡോസും നമ്മൾ പരമാവധി മാക്സിമം കഴിയുന്ന പോലെ ചെയ്ത് ഫ്ലോറും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ട്. കബോർഡ്സുകൾ എല്ലാം പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ.